കേരളത്തിൽ എവിടെ വാഹനം നിർത്തിയിട്ട് ഒന്ന് മൂത്രമൊഴിക്കാന്ന് വിചാരിച്ചാൽ നേരെ കാണാം കാനഡയിൽ പോണോ, ജർമ്മൻ പഠിക്കൂ, നിയന്ത്രണം വേണ്ട, രക്ഷപ്പെടണവരൊക്കെ പെട്ടോട്ടെ. പക്ഷെ ചതിവില്ലാണ്ട് നോക്കണം സർക്കാർ. ഇത്തരം സാമ്പത്തിക ഇടപാടിനും നിയമത്തിൽ കുറെ വ്യവസ്ഥിതി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ പിള്ളേര് പെടും. ഈ വീടും പറമ്പും പണയം വെച്ചിട്ട് പോണവനെ തുരന്ന് തിന്നരുത്. കൽക്കട്ടയിലൊക്കെയാണ് ബെന്നി ജോസഫ് പച്ചക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതിലുമ്പോ ഫോട്ടോ ഇരുന്നേനെ. ഞാനത് പറയുവാണ്. സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ 100-500 രൂപയാണ് ലാഭം. ഈ അഴിമതിയും അക്രമവും കൊള്ളരുതാത്ത രാഷ്ട്രീയം ഉള്ളിടത്തുനിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകുന്നവരാണ് നമ്മുടെ കുട്ടികൾ. നമസ്കാരം. പച്ചയ്ക്ക് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ബെനിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബെനിച്ചേട്ടാ, ഈ വിദേശത്തേക്ക് വിദ്യാർത്ഥികളുടെ പലായനം അത് തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ട് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത് 32 മില്യൺ ഇന്ത്യക്കാര് വിദേശത്തുണ്ട്. അതിൽ തന്നെ കേരളത്തിന്റെ സ്ഥാനം ഒന്നാമതാണ്. പഞ്ചാബ് 2ാമതേ വരുള്ളൂ. കോടികളുടെ ഇടപാട് നടക്കുന്ന ഒരു മേഖലയും കൂടിയാണിത്. ലക്ഷങ്ങളല്ല, കോടികൾ. നമ്മൾ 3 തരത്തിലെടുക്കണം. ഒന്ന്, മൈഗ്രേറ്റ് ചെയ്തു പോകുന്നവരുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഫാമിലി വിസ കിട്ടി കാനഡയിലും ഓസ്ട്രേലിയയിലും ലണ്ടനിലും അമേരിക്കയിലൊക്കെ സെറ്റിൽ ചെയ്യാൻ പോകുന്ന കുറച്ച് ഫാമിലീസ് ഉണ്ട്. അത് വേറൊരു കാറ്റഗറി. രണ്ടാമത് പ്രൊഫഷണൽസ്. അത് ദുബായി ഉണ്ട്, ഗൾഫാണ് കൂടുതലും പ്രൊഫഷണൽസ്. മറ്റത് വളരെ കുറവാണ്, IT ഒക്കെ നോക്കിയാൽ. പിന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത് എഡ്യൂക്കേഷൻ മേഖലയിൽ, സ്റ്റഡി എബ്രോഡ്. ഈ സ്റ്റഡി എബ്രോഡ് എന്ന ഓമന പേരിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞ് പഠിക്കാൻ പോണതല്ല 90% പിള്ളേരും. 90% കുട്ടികളും എങ്ങനെയെങ്കിലും ഈ അഴിമതിയും അക്രമവും കൊള്ളരുതാത്ത രാഷ്ട്രീയം ഉള്ളിടത്തുനിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോകുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. കഞ്ചാവ്, മയക്കുമരുന്ന്, അക്രമം ഇത് കണ്ട് മടുത്തു പോകുന്ന കുട്ടികളാണ്. അതായത് +2 കഴിഞ്ഞാൽ അമ്മയുടെ സാരി തുമ്പയും പിടിക്കണം. +2 കഴിഞ്ഞാൽ കാനഡയിൽ പോകണം, ലണ്ടനിൽ പോകണം. ഇപ്പോൾ റഷ്യയിലെ ഗതിയില്ലാത്ത കുറേ രാജ്യത്തോട്ടും പിള്ളേർ പോയി തുടങ്ങി. നമ്മൾ വിചാരിക്കും ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയ എല്ലാ രാജ്യവും അടിപൊളിയാണെന്ന്. MBBS പഠിക്കാൻ വേണ്ടി. MBBS മാത്രമല്ല, പലതിനും പോകുന്നുണ്ട്. ഒരു ഗതിയില്ലാത്ത നാട്ടിലോട്ട്, അൾജേരിയ ഒക്കെ. എന്നിട്ട് അവിടെ നിന്ന് MBBS കഴിഞ്ഞ് വന്ന് കഷ്ടപ്പെടണത്. നമ്മൾ വിഷയത്തിൽ നിന്ന് പോകണ്ട. ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന പോകുന്ന കുട്ടികൾ ഏറ്റവും കുറഞ്ഞത് 10 തൊട്ട് 20-25 ലക്ഷം രൂപ ലോൺ എടുക്കുന്നുണ്ട്. ഒരു കുട്ടിയാണെന്ന് ആലോചിക്കണം. 10 ലക്ഷം കുട്ടികളുടെ ലോൺ എടുക്കുമ്പോൾ എത്ര കോടി രൂപയുടെ ഇടപാടാണ് ഇവിടെ നടക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റ്, മിസ്റ്റർ നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആദ്യം ചെയ്യേണ്ടത് 1983 നമ്മുടെ എമിഗ്രേഷൻ ആക്ട് വന്നേക്കണത്. ആ 83 എമിഗ്രേഷൻ ആക്ട് പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. അത് പൊളിച്ചെഴുതി കുറച്ചും കൂടി ഇന്ന് കാനഡയിലും ലണ്ടനിലും അമേരിക്കയിലൊക്കെയുള്ള എമിഗ്രേഷൻ പോളിസി തന്നെ നമ്മളും അഡാപ്റ്റ് ചെയ്താൽ വിസ സ്കാം കുറയും, വിസ തട്ടിപ്പുകൾ കുറയും, ഇതിൻ്റെ അകത്ത് സാമ്പത്തിക ഇടപാടുകളുടെ കള്ളത്തരം കുറയും. അതുകൊണ്ട് 1983 എമിഗ്രേഷൻ ആക്ട് പൊളിച്ചെഴുതണം. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, 32 മില്യൺ ആൾക്കാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ പോകുന്ന കുട്ടികൾ പണ്ടത്തെ പോലെയല്ല, കൂടുതലും ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ബാങ്കിന്റെ ഒരു വശം അന്വേഷിച്ചപ്പോൾ NP ആയ നോൺ പെർഫോമിംഗ് അസറ്റായി മാറി NP അക്കൗണ്ട് ആയത് നിരവധിയായി. നമ്മുടെ കേരളം കടക്കണിയിലായിട്ട് ആത്മഹത്യ പെരുകാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു NP ഇപ്പോൾ മൊത്തം എഡ്യൂക്കേഷൻ ലോണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 11,000 കോടി രൂപയാണ് വിദ്യാഭ്യാസ ലോണായിട്ട് വിദേശ പഠനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 10% ഇപ്പോഴും തന്നെ നോൺ പെർഫോമിംഗ് അക്കൗണ്ട് ആയി കഴിഞ്ഞു. അതിൽ കൂടുതലുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോഴേക്കും കേരളത്തിൽ അത് 10 അല്ല, അതിൽ കൂടിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞ ഒരു ടോട്ടൽ ഇന്ത്യയുടെ ലോൺ ഇതാണ്. കേരളത്തിൽ ഒരു 25% NP ആയിട്ടുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്. പിന്നെ ഒരു കാര്യം, ഏത് പെട്ടിക്കടയിൽ ഇരുന്നും കുട്ടികളെ കൊണ്ടുപോകാം. ഇതിൽ കുറെ ചതികൾ നടക്കുന്നുണ്ട്. ചില ഏജൻസി പറയും ഞങ്ങൾ ഒറ്റ പൈസ മേടിക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവർക്ക് ഈ കോളേജിൽ നിന്ന് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, അതിൽ ഇത്ര വെട്ടിപ്പുണ്ട്. അതായത് ഞാനും സിബിയും കൂടി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ 110 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയുള്ള ലാഭമാണ് അല്ലേ? 100 രൂപയുടെ കച്ചവടം ചെയ്യുമ്പോൾ 10 രൂപ കിട്ടണം. 20 രൂപ കിട്ടിയാലും നമുക്ക് ലാഭമാണെന്ന് ചോദിക്കാം. വേണ്ട, 150 രൂപ ലാഭം കിട്ടിയാൽ അതും ലാഭമായിട്ട് കൂട്ടാം. സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ 100-500 രൂപയാണ് ലാഭം. 100 രൂപ കുട്ടികളുടെ നിന്ന് മേടിക്കണ്ടെങ്കിൽ 500 രൂപ അവിടെ നിന്ന് കിട്ടും. ചില ഏജൻസിയൊക്കെ ചെയ്യണം മര്യാദകേട് നമ്മൾ ഞെട്ടിക്കും. പറയുന്ന കോളേജ് കൊടുക്കില്ല, ഈ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയും, അത് കൊടുക്കില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണ്ട അക്രഡിഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ
പണ്ടത്തെ പോലെ ജോലി കിട്ടുന്നില്ല. മനസ്സിലാവണ്ട? പാർട്ട് ടൈം ജോബ് ഉൾപ്പെടെ. പാർട്ട് ടൈം ജോബ് ഉൾപ്പെടെ. പാർട്ട് ടൈം ആണല്ലോ ആദ്യം PR കിട്ടുന്നത്. ഇപ്പൊ PR കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. ഒരു കാര്യം നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ മലയാളി കുട്ടികളെ കുറ്റം പറയരുത്. ഞാൻ യൂറോപ്പിൽ പോയി കാണുകയും കൂടി ചെയ്താണ്. അവര് KFCയിൽ ജോലി ചെയ്താലും ബർഗർ കിങ്ങിൽ ജോലി ചെയ്താലും ഏത് ഹോട്ടലിൽ ജോലി ചെയ്താലും എന്ത് ചെയ്താലും ഇവിടുത്തെ പോലെ ഉടായിപ്പില്ല അവിടെ. കറക്റ്റ് $15 $16 മണിക്കൂർ അങ്ങനെ എണ്ണി കൊടുക്കണം. അതുകൊണ്ട് വരാപ്പുഴയിലും തൃശ്ശൂരും ആലപ്പുഴയിലുള്ള പെൺകുട്ടികളടക്കം ഞാൻ യൂറോപ്പിൽ ലണ്ടനിലും കാനഡയിലും അയർലൻഡിലും ഒക്കെ പോയപ്പോൾ കണ്ടത് ഇവരൊക്കെ 3 ലക്ഷം 4 ലക്ഷം രൂപ മാസം ഉണ്ടാക്കുന്നുണ്ട്. സിബിക്ക് കിട്ടണ്ട ഇല്ല. അപ്പൊ അവിടെ കലം കഴിയണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേർ രക്ഷപ്പെടുകയാണ് ഇവിടെ നിന്ന്. അപ്പൊ നമ്മുടെ നരേന്ദ്രമോദി എത്രയും പെട്ടെന്ന് 1983 ഇമിഗ്രേഷൻ ആക്ട് ഒന്ന് പൊളിച്ചെഴുതുക. ഈ സ്റ്റഡി അബ്രോഡ് കുറച്ചും കൂടി ന്യായമായിട്ട് ഇതിന്റെ കോളേജുമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പിള്ളേർ പഠിക്കാൻ പോകണമെങ്കിൽ അവിടെ നിന്ന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഏജൻസിയുടെ ഒരു ക്രെഡിബിലിറ്റി എവനും ചെയ്യാവുന്ന ഒരു ബിസിനസ്സായി ഇത് മാറരുത്. അപ്പൊ കേരളത്തിൽ ബാങ്കുകളിൽ കോടികൾ വരുന്നു. ഇനി ഈ പിള്ളേർ അവിടെ പോയിട്ട് PR ആയില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും 3-4 വർഷം അവിടെ ഈ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീട്ടിലോട്ട് 12 പൈസ. തീർച്ചയായിട്ടും. മനസ്സിലാവണ്ട? ഇപ്പൊ എൻ്റെ മകനൊക്കെ പോയ സമയത്ത് 10-14 കൊല്ലം മുമ്പാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ഫോട്ടോ ഒക്കെ ഞങ്ങളെ ഈ ലാപ്ടോപ്പിലിട്ട് കാണിച്ച് ഇതാണ് കോളേജ്, ലുലു പോലത്തെ ഒരു വലിയ ബിൽഡിംഗ്. എൻ്റെ മോനെ അവിടെ ചെന്നപ്പോഴാണ് പറയണത് ലുലു പോലത്തെ ഒരു ബിൽഡിംഗ് ആണ് കോളേജ്, പക്ഷെ അതിൻ്റെ അകത്ത് ഒരു മുറിയാണ് കോളേജ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മിടുക്കുകൊണ്ട് അവൻ വേറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി വീണ്ടും കോഴ്സ് ചെയ്ത് ഇന്നത്ര ഈസി അല്ല. ഈ പറയുന്ന ചതികൾ ഉണ്ടാവാതിരിക്കാനൊക്കെ നമ്മുടെ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റും. അത് ഇടപെടാത്തതുകൊണ്ടാണ് ഇത്. ഒന്ന് പെട്ടിക്കട പോലെയാണ്. നമ്മൾ കേരളത്തിൽ എവിടെ വാഹനം നിർത്തിയിട്ട് ഒന്ന് മൂത്രമൊഴിക്കാന്ന് വിചാരിച്ചാൽ നേരെ കാണാം കാനഡയിൽ പോണോ, ജർമ്മൻ പഠിക്കൂ. ഇപ്പൊ പുതിയ പരിപാടി ജർമ്മൻ പഠിക്കൂ എന്നാണ്. ജർമ്മൻ പഠിച്ച പൈസ വേണ്ടെന്ന് പറയണം. ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം എത്ര ഉണ്ടെന്ന് ആദ്യം ഇവിടെ പോണ വിദ്യാർത്ഥികൾ പറഞ്ഞു. കേരളത്തിന്റെ പകുതിയുള്ളു അല്ലെ കേരളത്തിന്റെ അത്രയുള്ള ഈ ജർമ്മനിയിലോട്ട് ഇവരൊക്കെ കൂടി പോയാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാ സെന്ററിലും ഇപ്പൊ ജർമ്മൻ പഠിപ്പിക്കും. തീർച്ചയായിട്ടും. മറ്റേ IELTS ഒക്കെ പോയി, ഇപ്പൊ IELTS OIT ഒക്കെ പോയി. ഇപ്പൊ മുഴുവൻ ജർമ്മൻ പഠിക്കണം. അതിന് ചെലവില്ല. പക്ഷെ ഇതിന് സർക്കാരുടെ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. ഒരു രാജ്യത്തേക്ക് എത്ര ആളുകൾക്ക് കയറി പോകാൻ പറ്റും? അത്ര ആളുകൾ മാത്രം അത് പഠിച്ചാൽ മതിയല്ലോ. നിയന്ത്രണം വേണ്ട, രക്ഷപ്പെടണവരൊക്കെ പെട്ടോട്ടെ. പക്ഷെ ചതിവില്ലാണ്ട് നോക്കണം സർക്കാർ. ഞാൻ പറയണത് നമ്മുടെ കുട്ടികൾ കയറിപ്പോയിക്കോട്ടെ, പക്ഷെ അവർ കൊണ്ടുപോകുന്ന ഏജൻസീനെ ഇവർ വാച്ച് ചെയ്യണം. എന്ത് കള്ളത്തരത്തിനും രാഷ്ട്രീയക്കാർ ഇവിടെ കൂട്ടു നിൽക്കരുത്, ഉദ്യോഗസ്ഥരും കൂട്ടു നിൽക്കരുത്. ഒരു ഏജൻസി ചെയ്യുമ്പോൾ എന്നിട്ട് പോലീസുകാർ പറയണത് എന്താണ്? ഇത് സിവിൽ കേസാണ്, നിങ്ങൾ സിവിൽ കോടതി പോയിക്കോളാൻ. 20 കൊല്ലം വല്ലതും നടക്കും. വേണ്ടപ്പെട്ടവർക്ക് പോലീസ് കേസ് എടുത്തു കൊടുക്കും. വിസ തട്ടിപ്പിനും ഇത്തരം സാമ്പത്തിക ഇടപാടിനും നിയമത്തിൽ കുറെ വ്യവസ്ഥിതി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ പിള്ളേർ പെടും. ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന റിക്രൂട്ട്മെന്റ് ആവട്ടെ, ഇതിനെല്ലാം 1983 ദ്രവിച്ച് പഴകിയ മനുഷ്യന് ഗുണമില്ലാത്ത കള്ളന്മാരെ സഹായിക്കുന്ന 1983 എമിഗ്രേഷൻ ആക്ടാണ് ആദ്യം പൊളിച്ചെഴുതേണ്ടത്. ഫസ്റ്റ്. സെക്കൻഡ്, കേരള സ്റ്റേറ്റ് ഇവിടെയുള്ള ഏജൻസി പോലീസ് ക്ലിയറൻസ് വേണം ഒരു ഓഫീസ് തുടങ്ങണമെങ്കിൽ. ഇവൻ കള്ളനാണോ, ഇവന് സ്വന്തം അക്കൗണ്ട് ഉണ്ടോ, ഒരു അപ്പനോ അമ്മയുണ്ടോ, അഡ്രസ് ഉണ്ടോ? കാരണം നമ്മൾ 10 ലക്ഷം 15 ലക്ഷം കൊടുത്തിട്ട് ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നാലേ ഈ ഓഫീസിൽ പിന്നെ അവിടെ നെക്സ്റ്റ് ഡേ പോയി നോക്കുമ്പോൾ അവിടെ ആളില്ല. സുന്ദരിയായ ഒരു പെണ്ണിരിപ്പുണ്ടാവും. തള്ളുമ്പോൾ തുറക്കുന്ന ഡോർ, എയർ കണ്ടീഷൻ, സുന്ദരിയായ കുട്ടി, പേപ്പറൊക്കെ വേണ്ടി പിന്നെ പോയി. എന്നാൽ ഇവിടെ നല്ല ഏജൻസി ഉണ്ട്, മോശപ്പെട്ട ഏജൻസി ഉണ്ട്. ഓരോ സ്കോളർഷിപ്പ് കിട്ടുന്ന തുകകൾ ഞാൻ പറഞ്ഞ ലാഭമില്ലാണ്ട് നമുക്കൊന്നും ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്യാഗ്രഹം പാടില്ല. പാവപ്പെട്ട കുട്ടികൾ വീടും പറമ്പെല്ലാം പണയം വെച്ചിട്ടാണ് പോണത്. ഈ വീടും പറമ്പും പണയം വെച്ചിട്ട് പോണവനെ തുരന്ന് തിന്നരുത്. ഒരു മര്യാദ വേണം. അപ്പം ഇതിൻ്റെ അകത്ത് എത്രയും പെട്ടെന്ന് കുറച്ച് നിയമങ്ങളും നിയന്ത്രണങ്ങളും സ്റ്റഡി അബ്രോഡിൽ കൊണ്ടുവരണം. കോടികളുടെ ഇടപാട് നടക്കുന്ന മേഖലയിൽ ഇതിൻ്റെ അകത്തും പ്രധാന കുറ്റവാളികൾ രാഷ്ട്രീയ നേതാക്കന്മാർ. കാരണം മിക്ക ഏജൻസിയിൽ ചെന്നോ രാഷ്ട്രീയക്കാരുടെ ഒക്കെ പടം അവിടെ ഉണ്ടാവും, ബിഷപ്പുമാരുടെ പടം ഉണ്ടാവും. ഈ തട്ടിപ്പ് മുതലാളി ഒരു മന്ത്രിയായിട്ട് നിൽക്കണം. അപ്പോൾ ഒരു പോലീസ് അവിടുത്തെ DGP ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ചെന്നപ്പോൾ DGPയും ഇയാളും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ, മുഖ്യമന്ത്രി ഇത് കൊടുക്കണ ഫോട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന സ്കാംസ് ആണ്. കാശ് കൊടുക്കുമ്പോൾ എന്തും നടത്താവുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറരുത്. ഇത്രയും കൂടി സംസ്കാരവും സാക്ഷരതയും ജനകീയമായി ജനങ്ങൾ ഇടപെടുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പൊ പഞ്ചാബിലും
കൽക്കട്ടയിലൊക്കെയാണ് ബെന്നി ജോസഫ് പച്ചക്ക് പറഞ്ഞിരുന്നെങ്കിൽ മതിലുമ്പോ ഫോട്ടോ ഇരുന്നേനെ, ഞാനത് പറയുവാണ് ഫോട്ടോ. പക്ഷെ കേരളത്തിലും ഇപ്പൊ അത് ആവാൻ തുടങ്ങിയിട്ടാ, അടി പാഴ്സൽ വന്നു തുടങ്ങി. അടിയുള്ളവൻ, അതുകൊണ്ടാണല്ലോ ഗുണ്ടകൾ ജയിലിലോട്ട് പോകുമ്പോ മന്ത്രിമാര് പോയിട്ട് അവരെ കാണും, അവർക്ക് അവര് പറയണ ഇനിയും കാലുവെട്ടാനാ പറയണ. മനസ്സിലാവണ്ട? എനിക്ക് തോന്നുന്നു ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ മന്ത്രിമാരുടെയൊക്കെ അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരുടെയൊക്കെ കല്യാണാലോചന തന്നെ എങ്ങനെയായിരിക്കും എന്നറിയോ? താങ്കളുടെ മകള് എന്റെ മകൻ, അപ്പൊ നമ്മളും എന്താ, ഞാൻ 5 പേരെ കൊന്നിട്ടുണ്ട്, 4 പേരുടെ തല വെട്ടിട്ടുണ്ട്, 51 വെട്ടിയിട്ടുണ്ട്, കാല് വെട്ടിയിട്ടുണ്ട്, കൈ വെട്ടിയിട്ടുണ്ട്, ഇന്ന സഹകരണ ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ട്. ഇത് പണ്ടൊക്കെ നമ്മൾ പറയണ നമുക്ക് ഇത്ര പാടമുണ്ട്, 4 പറ ഉദ്യോഗം, പശുണ്ട്, റബ്ബർ ഉണ്ട്. ഇതാണ് പണ്ട് നമ്മുടെ ഒരു മോളെ കെട്ടിക്കുമ്പോഴോ നമ്മുടെ മകൻ ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ അസറ്റ് പറയണത് റബ്ബർ ഉണ്ട്, നെല്ലുണ്ട്, പശുവുണ്ട്, കൃഷിയുണ്ട് എന്നൊക്കെ പറയണ. ഇന്ന് ഇവർ പറയണത് ഇത്ര ബാങ്ക് ഞാൻ കൊള്ളയടിച്ചു, ഇത്ര വിസ തട്ടിപ്പ് ചെയ്തു, ഇത്ര പെണ്ണ് കേസുണ്ട്, ഇത്ര വെട്ടിക്കൊല്ലുണ്ട്, 51 വെട്ടി, കാല് വെട്ടി. കാരണം അവനൊക്കെ ഭയങ്കര സ്വീകരണം, ഉന്നതനും പ്രമുഖനുമായവരാണ് അല്ലേ? ഇപ്പൊ കൊടിസുനി മദ്യപിക്കണത് നമ്മൾ കണ്ട്. ഗൾഫിൽ പോയ എൻ്റെ മകൻ അവിടുത്തെ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, അവന് വർഷത്തിൽ 1 പ്രാവശ്യമാണ് ലീവ്, അല്ല 1 വർഷത്തിൽ 7 പരോള്. കൊടിസുനിക്ക് 7 പരോള് കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇവനെയൊക്കെ ജയിലിൽ വിടണ ഇതിനാ. അതും പോണ വഴിക്ക് ചിക്കൻ, വന്ന വഴിക്ക് ഡ്രിങ്ക്സ്, ടച്ചിങ്സോടുകൂടി. അപ്പൊ ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥിതി തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പിള്ളേരെല്ലാം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇനി മുഖ്യമന്ത്രി കേട്ടോ, നമുക്ക് പ്രധാനമന്ത്രിയോട് ഇത് കേരളത്തിലെ കാര്യം പറയേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി കേട്ടോ, ഇനി കേരളത്തിൽ ഈ സ്റ്റഡി അബ്രോഡ് ലോൺ എടുത്തവർ കയർ മേടിക്കേണ്ടി വരും. ബാങ്കുകളൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നില്ല. ഈ മേഖല നിയന്ത്രിക്കേണ്ടതാണ്.